തിരുവനന്തപുരം നെടുമങ്ങാട് ആ ഒരു പിഞ്ചു കുഞ്ഞിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ അഷ്കർ എന്ന ആ കുഞ്ഞിൻ്റെ രണ്ടാമച്ഛനും അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ മാതാവായ ആ ഒരു അഖില എന്ന ഒരു വൃത്തികെട്ട സ്ത്രീയെയും ഇന്ന് പോലീസ് വീണ്ടും തെളിവെടുപ്പിനും കൂടുതൽ മൊഴിയെടുക്കാനും ഒക്കെ ആയിട്ട് ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അവരെ ചോദ്യം ചെയ്തു. യാതൊരു കൂസലുമില്ലാതെ, അല്ലെങ്കിൽ തങ്ങൾ ചെയ്തത് ഒരു വലിയ തെറ്റാണ് എന്നുള്ള ബോധ്യം പോലുമില്ലാതെ അവർ കൂസലായിട്ടാണ് പോലീസിന്റെ നടപടിക്കൊക്കെ വിധേയരായത്. പോലീസ് ഇവരുടെ മൊഴിയെടുത്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അറിയാൻ കഴിയുന്നത്. ആ പോലീസുകാർക്ക് പോലും അത്രത്തോളം വേദനയുണ്ടാക്കി. കാരണം ഈ കുഞ്ഞ് ഇല്ലാതാകാൻ വേണ്ടി ഇന്നലെയോ തുടങ്ങിയതല്ല ഇവർ രണ്ടുപേരും ചേർന്നുള്ള ഈ ആക്രമണങ്ങൾ. മാസങ്ങളായി ഈ കുഞ്ഞ് വേദന തിന്ന് കഴിയുകയാണ്. കാരണം ഈ കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞത് ശേഷം ഈ കുഞ്ഞിനെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇവർ കൂട്ടാക്കിയില്ല. ഏകദേശം 12 ദിവസമെടുത്തു ആശുപത്രിയിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ. കുഞ്ഞിൻ്റെ 2 കൈയും നീര് വെച്ച സമയത്ത് ഈ കുഞ്ഞിൻ്റെ കാലുകൾ എന്തിനാണ് പൊള്ളിച്ചതെന്ന ചോദ്യത്തിന് അഷ്കർ എന്ന ആ നരാധമൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കുഞ്ഞ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളതാണ്. ആ കുഞ്ഞ് ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവൻ നിൽക്കില്ല. അതുകൊണ്ട് അവൻ എങ്ങും നടന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവൻ്റെ കാല് സിഗരറ്റ് ലാമ്പ് വെച്ച് കത്തിച്ച് പൊള്ളിച്ചത്. ഓരോ പ്രാവശ്യവും ഇത് പൊള്ളിക്കുമ്പോൾ ആ വേദന കൊണ്ട് കുഞ്ഞെങ്ങും എണീറ്റ് പോകാറില്ല. പിന്നീട് ഈ മുറിവ് ഉണങ്ങുമ്പോൾ വീണ്ടും ഇവർ സിഗരറ്റ് ലാമ്പ് വെച്ചോ അല്ലെങ്കിൽ സിഗരറ്റ് കത്തിച്ചോ ആ കാല് പൊള്ളിക്കും. അതിങ്ങനെ നിരന്തര സംഭവമായിരുന്നു. അതായത് ഒരു മാസങ്ങളായിട്ട് ഇവരുടെ പീഡനത്തിനായിരുന്നു. അതായത് കുഞ്ഞു ശരീരം വളരെ വലിയ വേദനകളായിരുന്നു മാസങ്ങളായി അനുഭവിച്ചത്. ആ കൈ ഒടിഞ്ഞിട്ട് പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഇവർ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ സ്ത്രീ, ഈ പറയുന്ന അഖിലയ്ക്ക് ഇതെല്ലാം അറിയായിരുന്നു. ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ, അതായത് ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ കുഞ്ഞൊരു വിലങ്ങുതടിയാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടുപേരും ചേർന്നെടുത്ത ഒരു തീരുമാനം തന്നെയായിരുന്നു കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു സ്ത്രീ മധുരയിലേക്ക് അവർ ഡാൻസിന്റെ ആവശ്യവുമായി പോകുന്നു. തൊട്ടുപിറകെ ഇയാൾ ഈ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട്, അതായത് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടായ മുറിവുകൾ പിന്നീട് അണുബാധയിലൊക്കെ മാറി ആ കുഞ്ഞിന് പനിയുണ്ടായി. ആ പനിയുള്ള കുഞ്ഞിനെയും കൊണ്ട് ബൈക്കിന്റെ ഫ്രണ്ടിലിരുത്തി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇയാൾ തമ്പാനൂരിൽ എത്തുന്നു. അവിടെ നിന്നും ബസ്സിൽ വീണ്ടും മധുരയ്ക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആ കുഞ്ഞിനെ അതായത് ആ കുഞ്ഞ് തണുത്ത് ഉറച്ച് നിൽക്കുകയാണ് ആ സമയത്ത്. കാരണം തണുത്ത കാറ്റിങ്ങനെ അടിച്ച് അതിൻ്റെ നെഞ്ചിലും ശരീരത്തും എല്ലാം അടിച്ച് അതിന് പനിയായിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഈ കുഞ്ഞിനെ ഇയാൾ മധുരയെ കൊണ്ടുപോകുന്നു. അവിടെ ചെന്നിട്ടൊരു റൂമെടുത്ത് താമസിക്കുകയോ അല്ലെങ്കിൽ അമ്മയോടൊപ്പം താമസിക്കുകയല്ല ചെയ്തത്. ഇയാൾ രാത്രിയാണ് അവിടെ എത്തുന്നത്. അവിടെ റെയിൽവേ സ്റ്റേഷനിലോ KSRTC സ്റ്റാൻഡിലോ ഒക്കെ കിടന്നുറങ്ങിയ ശേഷം വീണ്ടും അതേ കണക്ക് വീണ്ടും തിരുവനന്തപുരത്ത് എത്തിച്ചപ്പോൾ ആ കുഞ്ഞ് ശരിക്കും പനി ബാധിച്ചു. അതിൻ്റെ വല്ലാത്തൊരു അവസ്ഥയിലായി. എന്നിട്ടും അവർ ചികിത്സിക്കുവാനോ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ അവരാരും തയ്യാറായില്ല. അതിനുശേഷം ആ കുഞ്ഞിന് വീട്ടിൽ സാധാരണ കൊടുക്കുന്ന എന്തൊക്കെയോ മരുന്ന് മാത്രമാണ് കൊടുത്തത്. ആ പനി കടുത്തത് കൊണ്ടാണ് ഈ കുഞ്ഞ് ആഹാരം കൊടുത്തപ്പോൾ ഛർദ്ദിച്ചാണ് പിന്നീടാണ് ഈ കുഞ്ഞിൻ്റെ ശരീരം വളരെയധികം ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയതും മരണം സംഭവിക്കുന്നതും എന്നൊക്കെയാണ് പോലീസിന്റെ മൊഴിയിൽ പറയുന്നത്. ഏതായാലും ഇത്രത്തോളം സംഭവങ്ങൾ ചെയ്തിട്ടും യാതൊരു കൂസലുമില്ലാതെയാണ് ആ രണ്ടുപേരും പോലീസിന്റെ ബാക്കിയുള്ള നടപടിക്ക് വേണ്ടി ഇന്ന് എത്തിച്ചേർന്നത്. ഏതായാലും ഇവർക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം. എത്രയും വേഗം ഇതിൻ്റെ അന്വേഷണങ്ങൾ പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണകൾ വളരെ വേഗം നടത്തി ഇവർക്ക് രണ്ടുപേർക്കും അതായത് വധശിക്ഷ തന്നെ കിട്ടണം എന്നാണ് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.